അപ്പോൾ ഇതുപോലത്തെ വീഡിയോ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു കാറിൻ്റെ ക്ലിപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. അതെന്ത് ചെയ്തു, ഒരു കോമ്പോസിഷനായിട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഒരു 3 സെക്കൻഡുള്ള വീഡിയോ ആണ് നമുക്കിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്തു. അതിനായിട്ട് അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ Ctrl+Alt+Y ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറാന്ന് തോന്നിക്കാൻ നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനിവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഒരു ബ്രൗൺ കളർ ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ ഇതിലോട്ട് കൺട്രോൾ സ്പേസ് നോക്കി എഫക്ട്സ് കൺസോൾ ഓണാക്കി അതിലേക്ക് എന്ത് ചെയ്യണം, മോഷൻ ടൈൽ എഫക്റ്റ് ആഡ് ചെയ്യണം. മോഷൻ ടൈൽ എഫക്റ്റ് ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഔട്ട്പുട്ട് ഹൈറ്റ് ഉണ്ടല്ലോ, ഇവിടെ പോയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. എന്നിട്ട് ഒരു സെൻറ്ററിൽ നമുക്ക് തോന്നുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഔട്ട്പുട്ട് ഹൈറ്റ് ഞാനൊരു 10% കൊടുത്ത്. അത് നിങ്ങൾ വീഡിയോൻ്റെ കാറിൻ്റെയും സ്പേസ് എത്രയാണ് ഇരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഞാൻ ഇത് കൊടുത്ത്. നമുക്ക് കാറ് പുറത്തോട്ട് തള്ളി നിൽക്കണമല്ലോ, അതിനാണ് ഇങ്ങനെ കൊടുത്തത്. ഇത് നമുക്കിനി 5ഉം 6ഒക്കെ ആക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ലാസ്റ്റ് പോയിട്ട് എന്ത് കൊടുത്തു, ആദ്യത്തെ ഹൈറ്റ് തന്നെ കൊടുത്തു, ഡിഫോൾട്ട് ഹൈറ്റിലേക്ക് കൊടുത്തു. ഇനി അതിന് മുമ്പ് ഞാൻ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ സ്കെയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. ഇനി വർക്കിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ എത്തിയല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്തു, നമ്മളിപ്പോൾ ഈ ഒരു കാറിൻ്റെ ക്ലിപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ Ctrl+D നിൽക്കിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു, ഈ അഡ്ജസ്റ്റ് ലെയറിൻ്റെ മുകളിലോട്ട് വലിച്ചിട്ടു. എന്നിട്ട് ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, റോട്ടോ ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഫസ്റ്റിലോട്ട് ഇതിൻ്റെ വീഡിയോ പ്ലേ ബാക്ക് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ റോട്ടോ ബ്രഷ് ടൂൾ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇവിടെ 2 ക്ലിക്ക് നക്കി, എന്നാലാണ് ഇതിൻ്റെ വീഡിയോൻ്റെ ഉള്ളിലോട്ട് പോവുള്ളൂ. എന്നിട്ട് ഞാൻ മാക്സിമം അടിപൊളിയായിട്ട് എന്ത് കൊടുക്കണം, റോട്ടോ ബ്രഷ് ചെയ്യണം. ഇത് എത്രത്തോളം നിങ്ങൾ അടിപൊളിയാക്കുന്നു അത്രത്തോളം നിങ്ങൾ വീഡിയോ അടിപൊളിയാവും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് നിങ്ങൾ സമയം എടുത്ത് ചെയ്യണം. ഒരു കാണിക്കാന്നുള്ള നിലയ്ക്ക് കുറഞ്ഞ സമയം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് ഈ വീഡിയോ വണ്ടീൻ്റെ വാല്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ റോട്ടോ ബ്രഷ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് ഞാൻ മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ആൾട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്താവും, ഇതിൻ്റെ പഴയ പടിയിലേക്ക് തന്നെ ആവും. അപ്പോൾ ഇനി ഇത് ഞാൻ ഈ ഒരു റൗണ്ട്നെസ് ചെറുതാക്കണമെന്നുണ്ട് എന്ത് ചെയ്യുക, കൺട്രോൾ നിൽക്കിയിട്ട് ലെഫ്റ്റ് ക്ലിക്ക് വലുതാക്കുക, എന്നിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ട് അടിക്കോ ഒക്കെ മേപ്പോട്ട് വയ്ക്കാൻ മതി. അപ്പോൾ എന്താവും, ചെറുതാവും ചെയ്യും വലുതാവും ചെയ്യും. രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റോട്ടോ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എന്ത് ചെയ്യുക, ഫ്രീസ് ബട്ടണ് ഒന്ന് പ്രസ് ചെയ്യുക. ഇതിപ്പോൾ എന്താവുന്നുണ്ട്, ഫ്രീസ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫ്രീസായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഏകദേശം നല്ല രൂപത്തിൽ ഫ്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇനി എന്ത് ചെയ്യുക, റോട്ടോ ബ്രഷിൻ്റെ ലെയർ ഓഫാക്കാം. ഇനി എന്ത് ചെയ്യുക, നമുക്ക് മെയിൻ കോമ്പിലേക്ക് ഇട്ട് വന്നിട്ട് ഇനി നോക്കിയാൽ കാണാം, എന്ത് കണ്ടോ, ഈ ഒരു കാറ് മുന്നോട്ട് തള്ളി നിൽക്കുന്നതായിട്ട് കണ്ടില്ല നിങ്ങൾ. ഇനി എന്ത് ചെയ്യാന്നറിയോ, വേറെ ട്രിക്കുണ്ട്. ഒന്നുമില്ല, നമുക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഇതിൻ്റെ എഡ്ജസ് ഒന്നും കൃത്യമായിട്ട് എല്ലാത്തതായി തോന്നും. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, ഒരു ഫെദർ ഒരു 10% കൊടുക്കുക. പിന്നെ ഈ റെഡ്യൂസ് ചാറ്റർ ഉണ്ടല്ലോ, ചാറ്റർ എന്ന് പറഞ്ഞാലല്ലേ ഒന്നൊന്ന് വെറുതെ ഇങ്ങനെ അരികൊക്കെ ഒന്ന് വെട്ടിക്കാണ്ട് നിൽക്കുന്ന രൂപമാണ് ചാറ്റർ എന്ന് പറഞ്ഞാൽ. അത് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ 0% ആണ് ഇപ്പോൾ തീരെ റെഡ്യൂസ് ആയിട്ടില്ല. അപ്പോൾ റെഡ്യൂസ് ആവാൻ എന്ത് ചെയ്യുക, ഒരു 100% കൊടുത്തോളൂ, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ കാണാൻ ഒരു എഡ്ജസ്റ്റ് ഒരു ക്ലീൻ ഷേപ്പായിട്ട് വന്നില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ. കണ്ടോ, സ്മൂത്തായിട്ട് പോകുന്നു വരുന്നു. എങ്ങനെയുണ്ട്, അടിപൊളിയായില്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു.